ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ബേസിക്കലി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത്. എവിടെയാണെന്ന് വെച്ചാൽ ബ്രോഡ്വേയിലേക്കാട്ടോ. അപ്പോൾ ബ്രോഡ്വേ എന്നൊക്കെ ഞാൻ ഈ റീൽസ് കൂടെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റ് പോലുള്ള ഒരു സ്ട്രീറ്റാണ് ബ്രോഡ്വേ എന്നതാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും നമുക്കൊന്ന് ഇപ്പോൾ വർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഹോസ്റ്റലിൽ തന്നെ ഇരിക്കേണ്ട, ഇങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്നുള്ളത് കേട്ടോ. അങ്ങനെ ആലുവയിൽ നിന്ന് ഞാൻ നേരെ നമ്മുടെ ബ്രോഡ്വേയിലേക്ക് പോകാനായിട്ട് MG റോഡ് നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. ആൻഡ് ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. സോ ആലുവ ടു MG റോഡ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം 10-15 സ്റ്റോപ്പ് എന്താ പറയുക വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ സ്ഥലത്തു നിന്ന്. നമ്മൾ ശരിക്കും മെട്രോ ഇറങ്ങിയിട്ടേ ഈ ഓട്ടോന് വരുന്ന നേരം എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. കാരണം ഇത് കുറേ നേരമായി ഓടാൻ തുടങ്ങിയിട്ട് എത്തുന്നില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം ഉച്ചയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ ആയിരിക്കും. സോ അങ്ങനെ ഫൈനലി ഇപ്പോൾ നമ്മളുടെ ബ്രോഡ്വേ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രോഡ്വേ എത്തി. ഇനി നമുക്ക് നേരെ നടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഇന്ന് പോയിട്ടുള്ളത്. ഒരു സോളോ ഡേറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. അതെങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വന്നു. അപ്പോൾ നേരെ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുമ്പിൽ ആദ്യം ഉടക്കിയത് ഈ ഒരു ഷോപ്പാണ് കേട്ടോ. ഇങ്ങനെ സോഫ്റ്റ് ടോയ്സിൻ്റെ ഒരു കട. അത്യാവശ്യം കുറേ ടോയ്സുകളുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതാ ഈ ഒരു സാധനം അത് ഞാൻ മേടിച്ചു കേട്ടോ. കാരണം കാണാൻ കൊള്ളായിരുന്നു. പിന്നെ അങ്ങനെ പോയി വരുന്ന സമയത്താണ് ഈ റീൽസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു 1 kg ഡ്രസ്സിന് 786 രൂപ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും ഒന്ന് കയറി വയ്ക്കാമല്ലോ എന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് അതിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് നമുക്ക് പ്രൈസിങ് വരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ അവിടെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കി, പക്ഷേ എനിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങിയത് പിന്നെ നമ്മൾ നേരെ ചെന്നെത്തിയത് ഈ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിലാണ്. ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന ചപ്പൽസിന് മൊത്തം ഏകദേശം 150-200 രൂപ റേഞ്ചിലായിട്ടോ വരുന്നത്. പാർട്ടി വെയർസും കാഷ്വൽ വെയർസും അങ്ങനെയുള്ള എല്ലാ കൈൻഡ് ഓഫ് കളക്ഷൻസും ഇവിടെ ഉണ്ട്. ഹീൽസ് മാത്രമാണ് ഈ ഒരു കൂട്ടത്തിൽ ഞാൻ കാണാത്ത കേട്ടോ. ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ ടൈപ്പ് ഓഫ് ചപ്പൽസും ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കൊടയൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ തിരക്കില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ ബ്രോഡ്വേയിൽ യൂഷ്വലി ഇങ്ങനെയാണോ എന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു SM സ്ട്രീറ്റിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ വന്നത്. ഞാൻ വിചാരിച്ചാൽ ഭയങ്കര തിരക്കാവും എന്നുള്ളത്. പക്ഷെ അത്ര തിരക്കില്ല. അങ്ങനെ നടന്ന് നമ്മൾ ചെന്നെത്തിയത് ഈ ഒരു സോഫ്റ്റ് ടോയ്സിൻ്റെ കടയിലാട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കാണുന്ന ടോയ്സ് മൊത്തം ഇതെല്ലാം കൂടെ എനിക്ക് വാങ്ങണം എന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് മൊത്തം വാങ്ങാനായിട്ടുള്ള ബഡ്ജറ്റ് എനിക്കില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് 1-2 സാധനം എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ നടത്തം തുടങ്ങി കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ വഴികളുണ്ട്. ഞാൻ ഓരോ വഴി കൂടി ആയിട്ടും പോയി നോക്കുന്നുണ്ട്. ഓരോ വഴീൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് 2 സൈഡിലായിട്ട് നിറച്ചും കടകളും ഉണ്ട് കേട്ടോ. സോ അങ്ങനെ ഞാൻ ഫൈനലി എത്തി നിൽക്കുന്നത് ഈ ഒരു ഇങ്ങനെ ഒരു കടയിലാണ്. ഇങ്ങനെ കാറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വിൻറ്റേജ് ലുക്കുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. അതായത് ഈ ഒരു ഫാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അത് വാങ്ങി. പിന്നെ ഇതിങ്ങനെ കാണുന്ന കുറേ വെറൈറ്റി ഓഫ് കീ ചെയിൻസ് ഉണ്ട്. പിന്നെ അതാ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി പിടിച്ച് മേടിച്ചു കേട്ടോ. ഇനിയും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടന്ന് ഇപ്പോൾ ഏതൊക്കെയോ വഴിയിലെത്തി. ഇപ്പോൾ ഏകദേശം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും റോഡ് കുറച്ചൊന്ന് റഷ് ആവാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഇതുപോലുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഷോപ്പിലാണ്. ഇവിടെയാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് ഈ കാണുന്ന പെട്ടി ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി വാങ്ങിയതാട്ടോ. ഞാൻ 10K ഗീവ് അവേ ആയിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. ആൻഡ് ഇവിടുന്ന് ഞാൻ കുറച്ച് സെറ്റ് ഓഫ് സാധനങ്ങൾ മേടിച്ചു. അതല്ലാണ്ട് വേറെയും പുറത്തുനിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടെ ആ ഒരു പെട്ടിയിലിട്ടിട്ട് നിങ്ങൾക്കും കൂടെ തരാമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കാണ് ആ ഒരു ക്യൂട്ടായിട്ടുള്ള പെട്ടി കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ അതന്നെ മേടിച്ചേക്കാമെന്ന്. അങ്ങനെ അതും മേടിച്ച് ഇപ്പോൾ ഇവിടുന്ന് കാണുന്ന ഈ കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ വാങ്ങിയിട്ട് നമ്മളിനി നേരെ നടക്കുകയാണ്. ഇത് മാത്രമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഞാൻ കുറേ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എല്ലാതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബ്രോഡ്വേയിൽ നല്ലവണ്ണം ഒന്ന് കറങ്ങി നടന്ന് ഇനി നേരെ തിരിച്ച് നമ്മളുടെ ആലുവയിലേക്ക് തന്നെ പോവുകയാണ്. സോ MG റോഡ് നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ ഇനിയിപ്പോൾ നേരെ ആലുവയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാൻ ഭയങ്കര ടയേർഡായി. കാരണം ആ വെയിലും കൊണ്ട് കുറേ ദൂരം നടന്ന് ഈവൻതോ കുട ഉണ്ടെങ്കിലും നല്ല ടയേർഡേനു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മെട്രോ കയറി. ആൻഡ് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 15 സ്റ്റോപ്പിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആലുവ ഇറങ്ങി. ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇതുപോലുള്ള 2 കഫേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഞാൻ വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ടേനും. അത്യാവശ്യം നല്ല കുറച്ചധികം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത് വാനില അവിൽ മിൽക്കാണ്. ഇവിടെയുള്ള ഈ കഫേയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫുഡ് ട്രൈ ചെയ്യണത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല അടിപൊളിയേനും. പിന്നെ 50 രൂപയ്ക്കാണ് ഇത്
അവർ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ഈച്ചനെ കാണാം, അതൊരു അൺപെയ്ഡ് ആക്ടറായിട്ട് എൻ്റെ സ്ക്രീനിൽ വന്ന് നിന്നത്. ഓക്കെ, അങ്ങനെ പോണ വഴിക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് തന്നെ ഫ്രൈഡ് ചിക്കൻ മൊമോസും കൂടെ മേടിച്ചിട്ടാണ് പോകുന്നത്. ഇനി നേരെ ഹോസ്റ്റലിലേക്കാണ് പോണേ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ ഫോണിൻ്റെ കവർ ഒന്ന് മാറ്റണേനു. അപ്പോൾ ഞാൻ ജസ്റ്റ് കവറൊക്കെ ഒന്ന് നോക്കി, പക്ഷേ ഇവിടെ ഒന്നും അത്ര ഒരു കളക്ഷൻസ് ഇല്ല കേട്ടോ നമ്മുടെ 14+. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് എത്തി. ഇനിയും നമുക്ക് കൊച്ചിയിൽ ഒരുപാട് സ്പോർട്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.